നമസ്കാരം. ലൈറ്റ്സ് ഓഫ് മൈൻഡ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ്. രാത്രികാലങ്ങളിൽ വഴിവിളക്കുകളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം. അന്നയാൾ പതിവിലും വൈകിയാണ് ചന്തയിൽ പോയി തിരിച്ചെത്തിയത്. നിലാവിൻ്റെ വെട്ടത്തിൽ അയാൾ ധൃതിയിൽ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. നടന്നൊരു കുന്നിൻ ചെരിവിലെത്തിയപ്പോൾ വഴിതെറ്റിയുവെന്ന് അയാൾക്ക് ഒരു തോന്നൽ. മുന്നിലിനി വഴിയില്ലാത്തതുപോലെ. അപ്പോൾ അതാ ദൂരെ ഒരു വെളിച്ചം കണ്ടു. രാത്രിയിലാരോ ചൂട്ടുകത്തിച്ച് നടക്കുന്നത് പോലെ. അയാൾക്ക് ആശ്വാസമായി. വെളിച്ചം കണ്ട ഭാഗത്തേക്ക് അയാൾ ധൃതിയിൽ നടന്നു. എന്നാൽ അടുത്തു ചെന്നപ്പോൾ ആ വെളിച്ചം ഇല്ലാതെയായി. അയാൾ ചുറ്റും നോക്കി. അപ്പോൾ തൻ്റെ പിന്നിലായി ദൂരെ ആ വെളിച്ചം. അയാൾ വീണ്ടും ആ വെളിച്ചത്തെ ലക്ഷ്യമാക്കി നടന്നു. എന്നാൽ അടുത്തു ചെന്നപ്പോൾ വീണ്ടും ദൂരെ മറ്റൊരു ഭാഗത്തായിട്ടാണ് ആ വെളിച്ചം കാണുന്നത്. അങ്ങനെ രാത്രി മുഴുവൻ ആ കുന്നിൻ ചെരുവിലൂടെ അയാൾ നടന്നുകൊണ്ടേയിരുന്നു. മുഖത്ത് വെള്ളം വീണപ്പോഴാണ് അയാൾ എഴുന്നേറ്റത്. രാത്രിയിലെപ്പോഴോ ബോധം നഷ്ടപ്പെട്ട് അയാൾ ആ കുന്നിൻ ചെരുവിൽ കിടക്കുകയായിരുന്നു. രാവിലെ അതുവഴി പോയ ഒരാളാണ് മുഖത്ത് വെള്ളം തളിച്ച് അയാളെ എഴുന്നേൽപ്പിച്ചത്. എന്തുപറ്റി എന്ന ചോദ്യത്തിന് ഭയന്ന മുഖഭാവത്തോടെ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അയാൾ പറഞ്ഞു, മാടൻ. കൂടുതലറിയാം മാടൻ എന്ന സങ്കല്പത്തെപ്പറ്റി. കേരളത്തിലും തമിഴ്നാട്ടിലും പടർന്നു കിടക്കുന്ന ഒരു വിശ്വാസമാണ് മാടൻ. മാടൻ ഭീകരരൂപിയായ ഒരു ദുർദേവതയാണെന്നാണ് വിശ്വാസം. ദുർമരണം പ്രാപിച്ചവരുടെ പ്രേതമാണ് മാടൻ എന്ന ദുർദേവതയായി മാറുന്നത് എന്ന സങ്കല്പം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മാടൻ ഗ്രാമദേവത കൂടിയാണെന്ന് ചിലർ കരുതുന്നുണ്ട്. കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ പണ്ടത്തെ ആളുകൾ ഭയക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന മൂർത്തിയാണ് മാടൻ. കൊല്ലത്തും തിരുവനന്തപുരത്തുമുള്ള ചില ക്ഷേത്രങ്ങളിൽ മാടനെ ഉപദേവതയായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. രാത്രിയുടെ കൂരിരുട്ടിൽ നെരിപ്പോട് മാടൻ ഒരു വിളക്കുമായി ഇറങ്ങി നടക്കും. മാടനെ എപ്പോഴും കാണാൻ സാധിക്കില്ല എന്നും ഒരു തീനാളം ദൂരെ സഞ്ചരിക്കുന്നത് മാത്രം കാണാൻ സാധിക്കുകയുള്ളൂ എന്നും പണ്ടത്തെ ചില മുത്തശ്ശിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ വെളിച്ചമാണ് രാത്രി സഞ്ചരിക്കുന്നവരുടെ വഴിതെറ്റിക്കുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ മാടൻ അറിയപ്പെടുന്നത് ചുടലമാടൻ എന്നാണ്. ദുഷ്ടശക്തികളിൽ നിന്നും ആളുകളെ സംരക്ഷിക്കുന്ന കാവൽ ദൈവമായി മാടൻ ആരാധിക്കപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ നാടോടി പാരമ്പര്യത്തിൽ നിന്നാണ് ചുടലമാടൻ്റെ കഥയുടെ ഉത്ഭവം. ഒരിക്കൽ പാർവതി ദേവിക്ക് ഒരു കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടായി. ഇതറിഞ്ഞ പരമശിവൻ തപസ്സിലൂടെ തൻ്റെ ആഗ്രഹം നേടിയെടുക്കാൻ പാർവതി ദേവിയോട് പറഞ്ഞു. അങ്ങനെ കൈലാസത്തിലെ 1000 കൽമണ്ഡപത്തിൽ പാർവതി ദേവി തപസ് ചെയ്യാൻ തുടങ്ങി. ഏറെ നാളത്തെ തപസ്സിന് ശേഷം പാർവതി ദേവി ശിവഭഗവാനെ പ്രസാദിപ്പിച്ചു. ശിവൻ തൻ്റെ ജടയുടെ ഒരു ഭാഗം പറിച്ചെടുത്ത് നിലത്തെറിഞ്ഞു. നിലത്ത് വീണ ഉടനെ അത് കത്താൻ തുടങ്ങി. അതിൽ നിന്നും പാർവതീദേവിയുടെ വസ്ത്രത്തിലേക്ക് തീ പടർന്നു. ആ അഗ്നിയിൽ നിന്നാണ് ചുടലമാടൻ ജനിക്കുന്നത്.
പാർവതി ദേവി ആദ്യം ആ കുഞ്ഞിന് മുലപ്പാലിനു പകരം അമൃത് നൽകി അവനെ അനശ്വരനാക്കി. അവൻ കട്ടിയുള്ള ആഹാരം ആഗ്രഹിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ കൈലാസത്തിലെ ശ്മശാന സ്ഥലത്ത് ചെന്ന് കത്തുന്ന ശവങ്ങൾ തിന്നാൻ തുടങ്ങി. മാംസത്തോട് അത്രയധികം ഇഷ്ടമുള്ളതിനാൽ ഭൂമിയിൽ ചെന്ന് മനുഷ്യരെ സംരക്ഷിക്കുവാൻ ശിവഭഗവാൻ അവനോട് നിർദ്ദേശിച്ചു എന്നാണ് കഥ. പാകം ചെയ്ത ഭക്ഷണപാനീയങ്ങളാണ് ചുടലമാടന് വഴിപാടായി നൽകുന്നത്. ഇത്തരം വഴിപാടുകൾ അദ്ദേഹത്തിൻ്റെ പ്രീതി നേടിത്തരുമെന്നാണ് വിശ്വാസം. മുഖ്യധാര ഹിന്ദു പാരമ്പര്യത്തിനെതിരായി മാംസാഹാരങ്ങളായ പന്നി, ആട്, കോഴി എന്നിവയാണ് ബലിയർപ്പിച്ച് ചുടലമാടന് വിളമ്പുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളാണ് ചുടലമാടൻ്റെ ആരാധനയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്നത്. ബ്രാഹ്മണരോ മറ്റുയർന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്നവരോ മാടനെ ആരാധിക്കാറില്ല. വൈദിക മതത്തിന് മുൻപുള്ള ആചാരങ്ങളാണ് മാടനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. മാടൻ്റെ പ്രധാന ഉത്സവങ്ങൾ എല്ലാ വർഷവും നടത്താറുണ്ട്. ഈ ഉത്സവത്തിന് കോടൈ എന്നാണ് വിളിക്കുന്നത്. ഭക്തരുടെ ആവശ്യപ്രകാരം ഒന്നിലധികം ദിവസങ്ങളോ ഈ കോടൈ ആഘോഷിക്കുന്നു. ചില പ്രശസ്തമായ ക്ഷേത്രങ്ങൾ 10 ദിവസം വരെ ഇത് ആഘോഷിക്കാറുണ്ട്. ഉത്സവ സമയങ്ങളിൽ ചില ആളുകൾ മാടന്മാരാവുകയും ഭക്തർ അവരിലൂടെ മാടനോട് സംസാരിക്കുകയും ചെയ്യും. മധ്യ തിരുവിതാംകൂറിലെ നിറപ്പകിട്ടാർന്ന അനുഷ്ഠാന കലയായ പടയണിയിൽ മാടൻ കോലം കെട്ടിയാടാറുണ്ട്. ദുർനിമിത്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പടയണിയിൽ അവയ്ക്ക് കാരണമാകുന്ന ദുർദേവതകളുടെ കോലങ്ങൾ കെട്ടിയാടുന്നത്. നിഴൽ നോക്കി അടിച്ചുകൊല്ലുന്ന ദുർദേവതയാണ് മാടൻ എന്നാണ് സങ്കല്പം. ഒറ്റപ്പാളയിൽ തീർത്ത മുഖാഭരണവും നെഞ്ചുമാലയുമാണ് മാടൻ കോലത്തിൻ്റെ വേഷം. തൊപ്പിമാടൻ, വടിമാടൻ, ചുടലമാടൻ, കാലമാടൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പല മാടൻ കോലങ്ങളുമുണ്ട്. രോഗപീഠ ബാധിച്ച് അനാഥമായ ആത്മാക്കൾ ഭൂമിയിൽ അലയാൻ ഇടവരുത്താതെ നിഴൽ നോക്കി അടിച്ചുകൊല്ലാൻ പരമശിവന്റെ നിർദ്ദേശപ്രകാരം ഭൂമിയിൽ എത്തുന്ന ദേവകിങ്കരനാണ് കാലമാടൻ. പ്രേതബാധയിൽ നിന്നുള്ള മോചനത്തിനായി കാലമാടൻ കോലം തുള്ളുന്നു. 5.25 കോൽ ഉയരത്തിൽ ചട്ടമുണ്ടാക്കി കരിമ്പടം കൊണ്ട് പൊതിഞ്ഞ് അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് കാലമാടൻ കോലം തുള്ളുന്നത്. കഥകൾ എന്തൊക്കെയായാലും പുതിയ തലമുറയ്ക്ക് മാടനെ അറിയില്ലെങ്കിലും പണ്ട് മാടനെന്ന് കേട്ടാൽ ആളുകൾ പേടിക്കുന്ന, രാത്രിയിൽ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂട്ടുക. ഇനി എന്തെങ്കിലും വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി.